കെട്ടിട്ടാൽ ആ ശൈത്താന്മാരോട് എന്നെ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാവൂല എന്ന് സക്കരിയ സ്വലാഹി പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അവിടെയും ഇവിടെയുള്ള വാദങ്ങൾ അവിടെ നമ്മൾ കേട്ടതൊക്കെ എടുത്ത് വലിച്ചിട്ട് ഉണ്ടാക്കി. അവസാനം ഈ പ്രവർത്തകനും ഈ മധ്യസ്ഥൻ ഇടപെട്ടു. മുസ്തഫയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കടിവാലിയായപ്പോ ഇവന്റെ വാദത്തിലേക്ക് ഈ മറ്റേ മധ്യസ്ഥൻ എത്തുകയാണ്. അവസാനം അവിടെ വെച്ചിട്ട് ആ സംവാദം തുടങ്ങാനുള്ള കാരണം അല്ലെങ്കിൽ അതിനുള്ള അടിസ്ഥാന വിഷയം ഇവരുടെ മധ്യസ്ഥന്റെ വായിലൂടെ തന്നെ പുറത്തു വന്നു. പക്ഷെ അപ്പോഴേക്കും കായക്കൊടി ഇടപെട്ടു, അനസ് ഇടപെട്ടു, നടക്കാതിരിക്കാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി. അതാണ് നിങ്ങൾ കാണുന്നത്. അടുത്ത ക്ലിപ്പ്. ജിന്നിനോട് സഹായം തേടുന്നു. പരിധിയിലുള്ള ജിന്നിനോട് ഒരാൾ സഹായം തേടുന്നു. ഇപ്പോഴുള്ള വിഷയം പറഞ്ഞു ഞാൻ പരിധിയിലുള്ള ജിന്നിനോട് രണ്ട് കാര്യം പറഞ്ഞു. നേരത്തെ ആയത്തോതി എന്ന് പറഞ്ഞില്ലേ, ഈ തർക്കം വന്ന എന്തുകൊണ്ട് പറഞ്ഞില്ല. ഒരാൾ ഈ പരിധിയിലുള്ള ജിന്നിനോട് സഹായം തേടി, കൈവിൽപ്പെട്ട കാര്യം തന്നെ സഹായം തേടി, അത് ശിർക്കാണ് എന്നാണ് നമ്മളെ വാദം. അത് ശിർക്കല്ല എന്ന് വാദിക്കുന്നതിനാണ് ഈ വാദം. നമ്മൾ ആയത്തോതി എന്ന് പറഞ്ഞാൽ ഞാൻ ആയത്തോതി നടത്തുന്നില്ല. ഈ ആയത്തിന്റെ കാര്യം പറഞ്ഞോടത്ത് സുഹൃത്ത് ജിന്നുള്ള ആയത്ത് പറഞ്ഞാണ്. അത് ചോദിക്കുന്ന ചോദ്യം എന്താണ്? ജിന്നിന്റെ കൈവിൽപ്പെട്ട കാര്യമാണ്. അത് കേൾക്കുന്ന പരിധിയാണ് ചോദിക്കുന്നത്. കാരണം ജിന്നുകൾക്ക് ഗർവ് വർദ്ധിച്ചൊന്നും ആയത്ത് തന്നെ ഉണ്ട്. സലായിപ്പ നിശ്ചയിച്ചിട്ടുണ്ട്. ജിന്നുകൾക്ക് ഗർവ് ആയത്ത് തന്നെയുള്ള കാര്യമാണ്. അപ്പോൾ ആ വിഷയമാണ് എന്ത് ചെയ്തത് ഞങ്ങൾ ചർച്ച ചെയ്ത്. അതിന് നിങ്ങളുണ്ട്, പൈസ ഉണ്ടായാലും നിങ്ങളുണ്ടായാലും നിങ്ങൾ എന്ത് എഴുതി വന്നിക്കോ, അനീഫ് കഥകൾ എഴുതി വന്നിക്കോ എന്നുള്ള എല്ലാം മുമ്പ് വേറെ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുകാരെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ പ്രധാനപ്പെട്ട വിഷയമാണ്. അതിന് നിങ്ങൾ ഒരുപാട് തെളിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളെല്ലാം തെളിവ് കൊണ്ടുവന്നു. ഈ വാതിൽ അല്ലെങ്കിൽ ഈ വാദത്തിൽ രണ്ടു കൂട്ടർ ശിർക്കാണെന്ന് എഴുതി ഒപ്പിടുക. പിന്നീട് എന്ത് ചെയ്യുക, വേറെന്താ വിഷയം ഒപ്പിടുക. ഇത് രണ്ടു കൂട്ടർക്കും ഒരേ വാതിൽ നമ്മൾ ഒറ്റ ചർച്ച ചെയ്യട്ടെ. ഇതിന്റെ അവസാനം ഇതിന്റെ മധ്യത്തിൽ ശിർക്കുണ്ട് എല്ലാം നമുക്ക് ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു ദുർബല ഹദീസിന്റെ അടിസ്ഥാനം എന്ത് അടിസ്ഥാനം അതിന് ദുർബല പിന്നെ അങ്ങനെ ഹദീസ് തന്നെ ഇല്ല. അതുകൊണ്ട് പൈസ നമ്മൾ ചർച്ച ചെയ്ത് എന്ന വിളിയിൽ ജിന്നിനെയും മലക്കിനെ ഉദ്ദേശിച്ച ഷിർക്കാന്ന് പറഞ്ഞത്. ഇപ്പൊ ഇവര് പറഞ്ഞ തന്നെയാ എന്ന വിളിയിൽ ജിന്നിനെയും മലക്കിനെ ഉദ്ദേശിച്ച ഷിർക്കാന്ന് പറഞ്ഞത്. ഇപ്പൊ ഇവര് പറഞ്ഞ തന്നെയാ അത് ഷിർക്കാണ് അല്ലെന്നുള്ള ഒരാൾ വിളിച്ചു. ഒരാൾ യാ ഇബാദല്ലാ ഞങ്ങൾ തന്നെ പറഞ്ഞു. യാ ഇബാദ് എന്നാണ് ഒരാൾ വിളിച്ചാൽ അതൊരു ദിക്ർ എന്ന അർത്ഥത്തിലാണ് വിളിച്ചതെങ്കിൽ ഹദീസ് ദുർബലമായതിന്റെ ആവശ്യം വന്നപ്പോ അപ്പൊ ഹദീസ് ചർച്ചയെ ചെയ്തിട്ടില്ല. അപ്പൊ എത്ര വട്ടാ പറയണത്? ബിദഅത്താവും ദിക്ർ എന്ന നിലയ്ക്ക് വിളിച്ചാൽ ബിദഅത്താവും. ഏത് ഈ ഹദീസ്? അപ്പൊ ഹദീസ് ചർച്ച ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ. ആവശ്യം വന്നപ്പോ നമ്മൾ പറഞ്ഞു അത് ബിദഅത്തേ ആവും. ഒരാൾ വിളിച്ചാൽ എന്നാൽ ഒരാൾ അതിന് ജിന്ന് സഹായിക്കും മലക്ക് സഹായിക്കും എന്നൊരാൾ വിശ്വസിച്ചു. യാ ഇബാദ് വിളിക്കുമ്പോൾ ജിന്ന് സഹായിക്കും മലക്ക് സഹായിക്കും എന്നൊരാൾ വിശ്വസിച്ചു. എന്നാൽ അതിൽ ശിർക്ക് വരും എന്നേ നമ്മൾ പറഞ്ഞത്. ഒരു മിനിറ്റ്, ഹനീഫകായ കൂടി തല വലിച്ചേണ്ടില്ല നിങ്ങള്. അതുവരെ ഇങ്ങനെ നിൽക്കുകയാണ് പൂലത്തെ തേങ്ങമാതിരി ഇളകാതെ. പെട്ടെന്ന് ഇത് പറഞ്ഞോടുകൂടി വാദം പൊളിഞ്ഞു. മൂപ്പർക്ക് മനസ്സിലായി കൊളായി. കേട്ടോ, ഒന്നുകൂടി ബാക്കി കിട്ടുന്നു ജസ്റ്റ് ഒന്ന് എന്നേ നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ ചുരുക്കമില്ല. നിങ്ങൾ പറഞ്ഞു യാ ഇബാദ് അല്ലാഹുവിന്റെ അടിമകളെ എന്ന് ഒരാൾ വിളിച്ചു. ഒരു മലയാളി അള്ളാന്റെ അടിമകളെ വിളിക്കുക. ചിലപ്പോൾ അറബി ചിലപ്പോൾ യാ ഇബാദ് എന്ന് പറയും. അപ്പൊ ഒരാൾ അള്ളാന്റെ അടിമകളെ എന്ന് വിളിച്ചാല് അതിൽ ജിന്നോ മലക്കോ സഹായിക്കും എന്നൊരാൾ വിശ്വസിച്ചുകൊണ്ട് വിളിച്ചാൽ ചുരുക്ക് വരും. നിങ്ങൾ അങ്ങനെ കണ്ടങ്ങള് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ തയ്യാറാകണം. അവിടെ കുമ്പസരിച്ചത് ഇവിടെ വന്നിട്ട് എഴുത്. കൃത്യമായിട്ട് ആ വാദത്തിലേക്ക് വാ. എന്നിട്ട് ഇവിടെ വെച്ചൊരു സംവാദം തയ്യാറുണ്ടോ? ചർച്ചക്ക് തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ തയ്യാറായിക്കോ. വെല്ലുവിളിയാണ്, കുമ്പസാരമല്ല. നിങ്ങളെ പോലെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ച് പോകുകയല്ല. കൃത്യമായി ഏറ്റെടുക്കാൻ മുജാഹിദ് പ്രവർത്തകർ തയ്യാറാണ് കേട്ടോ. അപ്പോ ഇവിടെ സഹോദരങ്ങളെ തർക്കം അതാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഹനീഫ് കായക്കൂടി അവിടെ വന്നിട്ട് പറയുകയാണെന്ത്, നിങ്ങളെ നേതാവായ സക്കരിയ സ്വലാഹി അടങ്ങുന്ന ആളുകള് പ്രസംഗിച്ച് ഞങ്ങൾക്ക് മനസ്സിലായത് പുഴക്കരയിലെ ജിന്നിനെ വിളിച്ച അല്ലെങ്കിൽ റേഞ്ചിലെ ജിന്നിനെ വിളിച്ച ഷിർക്കാവൂല എന്നാണ്. അത് നിങ്ങൾ ഇവിടെ എഴുതണം. ഇവരുടെ വാദം പറയാൻ അവരെ വാദം പറയാനൊക്കെ ഓരാണെങ്കിൽ പിന്നെ എന്തിനാ ഇവര് വരുന്നത്? എന്നാൽ ഇവര് സുന്നികളുമായി സമസ്തക്കാരുമായി സംവാദത്തിൽ ഏർപ്പെടുമ്പോഴോ അവിടെ സമസ്തക്കാർ ഇവരെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് AP സുന്നിയാളെ ഒരു വാദം ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞു. അന്ന് ഹനീഫ് കായ കൂടി കൊടുത്ത മറുപടി ഒന്ന് കേട്ടോളൂ നിങ്ങള്. അപ്പോ ഇവരുടെ നീതിബോധം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാവും. ഞങ്ങൾ മാറാതിരിക്കല്ലോ നിങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾ മാറുകയാണ് നിങ്ങൾക്ക് വേണ്ടത്. പിന്നെ നിങ്ങൾ എന്തിനാ ഞങ്ങൾ മാറിപ്പോകുന്നത് പറഞ്ഞ് ബേജാറാകുന്നത്? നിങ്ങൾ വിചാരിച്ചാൽ ഞങ്ങൾ മറ്റു വല്ലതും എഴുതുന്നതാണ്. ഞങ്ങൾക്ക് പണ്ട് പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ
തുടർന്ന് എഴുതാം എന്ന് ഞാൻ വിചാരിക്കും. നിങ്ങൾ ഇങ്ങനെ എഴുതി, ഈ വാദത്തിൽ നിന്നും ഇതുപോലുള്ള മറ്റ് വാദങ്ങളിൽ നിന്നും ഞങ്ങൾ പിന്മാറിയിട്ടില്ല, അങ്ങനെ എഴുത്. അതല്ലാതെ നിങ്ങൾ ഏതോ പഴയ കാലത്തുള്ള എല്ലാ കാര്യങ്ങളും അല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു വിഷയത്തിൽ കൃത്യമായിരുന്നു കൊണ്ടുള്ള ചർച്ചയാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് എങ്ങനെ സഹായം കിട്ടുന്നു എന്നറിയാതെയുള്ള സഹായം അഭൗതികമാണെന്നും അതിനാൽ അത് ശിർക്കാണെന്നുമുള്ള പഴയ വാദത്തിൽ നിന്ന് മുജാഹിദുകൾ പിന്മാറിയിരിക്കുന്നു. ഇതോടെ ഇസ്തിഹാസ ശിർക്കാണെന്ന മുജാഹിദുകളുടെ വാദം അസ്ഥാനത്തായിരിക്കുന്നു. കഴിയില്ല. ഇനി നിങ്ങൾ എഴുതണ്ടേ, എങ്ങനെ സഹായം കിട്ടുന്നു എന്നറിയാതെയുള്ള സഹായം അഭൗതികമാണെന്നും അതിനാൽ അത് ശിർക്കാണെന്നുമുള്ള പഴയ വാദത്തിൽ നിന്ന് മുജാഹിദുകൾ പിന്മാറിയിട്ടില്ലെന്നും ഇതോടെ ഇസ്തിഹാസ ശിർക്കാണെന്ന മുജാഹിദുകളുടെ വാദം അസ്ഥാനത്തായിട്ടില്ലെന്നും ഞങ്ങൾ തെളിയിക്കും എന്ന് നിങ്ങൾ എഴുതണം. ഞങ്ങളെ വാദമൊക്കെ എഴുതാൻ നിങ്ങൾ തന്നെ മതിയല്ലോ വാദപ്രയോഗം നടത്താൻ. അത് ശരി. അപ്പൊ നിങ്ങൾക്ക് ഇത് എഴുതാൻ പേടി. എന്നും ഞങ്ങൾ തെളിയിക്കും എന്ന് നിങ്ങൾ എഴുതണം. ഞങ്ങളെ വാദമൊക്കെ എഴുതാൻ നിങ്ങൾ തന്നെ മതിയല്ലോ വാദപ്രയോഗം നടത്താൻ. അത് ശരി. അപ്പൊ ഈ സ്വഭാവം നിങ്ങൾ അവിടെ കാണിക്കാനു, അവിടെ പോയിട്ട് ആ കുട്ടികളോട് ഈ വാദം എഴുതി ഒരു വാദം റെഡിമെയ്ഡായിട്ട് ഉണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് ബലം മുട്ടുകുത്തിക്കുക. കുട്ടികൾ പറഞ്ഞു നമ്മൾ ആധികാരികമായി പണ്ട് മുതലേ ചർച്ച ചെയ്തതാണ് ഈ വീക്ഷണം നിങ്ങളെ വ്യതിചലിച്ചു പോയതെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അവിടെ പങ്കെടുത്ത നമ്മുടെ നന്ദിയിലെ ഫൈസൽ അതിന്റെ സമാപനത്തില് ഒരു 3-4 മിനിറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൂടെ കേട്ട് നമുക്ക് അവസാനിക്കാം. നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ, പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ ആയത്തൂതി എന്ന്, അതേപോലെ പിന്നെ ഒരുപാട് സംഗതികൾ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ഇത് മക്കയിലെ മുശ്രിക്കിന്റെ പച്ചയായ ഷിർക്കാണിത്. ഈ ഷിർക്ക് നമ്മുടെ മാസികയിൽ വന്നിട്ട് ആ ഷിർക്കിനെ കുറിച്ച് ഞങ്ങള് കെട്ടിക്കൊടുത്ത വേദിയിൽ വെച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞില്ല എന്ന്. എന്നിട്ട് ഇപ്പോ വന്നിട്ട് നിങ്ങൾ വലിയ വായിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഷിർക്കുണ്ട് എന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഒരുപാട് വേദികൾ കിട്ടി. ഇത് ചില്ലറ വിഷയമല്ലല്ലോ. മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസവും മക്കയിലെ മുസ്ലിമിന്റെ വിശ്വാസമാണ് ഇവിടെ വേർതിരിയുന്നത്. ഇതിൽ മുശ്രിക്കിന്റെ ഒരു വിശ്വാസമുള്ള ഒരാളെയും കൂട്ടി നിങ്ങൾ പിന്നെയും ചർച്ചയായിട്ട് മുന്നോട്ട് പോവുക, അതിനെ ന്യായീകരിച്ചുകൊണ്ട്. ഇത് എങ്ങനെയാണ് ഇതിനെ പിന്നെ ന്യായീകരിക്കുക ഒരു പണ്ഡിതൻ എന്നുള്ള നിലക്ക് എന്നാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, സാലിംക പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ ഒരു ചർച്ച നടക്കണം. ഇതിൽ യാ ഇബാദല്ലാഹീനൂനി എന്ന ഹദീസിന്റെ മത്തിനിൽ അഹ്ലുസുന്നയുടെ മുഴുവൻ പണ്ഡിതന്മാരും അതേപോലെയുള്ള നമ്മുടെ സാത്വികരായ പണ്ഡിതന്മാർ, മുൻകഴിഞ്ഞു പോയ സാത്വികരായ പണ്ഡിതന്മാർ, ഈ കേരളീയ മുസ്ലിം നവോത്ഥാന ചരിത്രത്തിന് നായകത്വം വഹിച്ച നമ്മുടെ മുജാഹിദ് പണ്ഡിതന്മാർ, ഈ മുജാഹിദ് പണ്ഡിതന്മാർക്ക് ഷിർക്കിൽ അല്ലെങ്കിൽ തൗഹീദും ഷിർക്കും വേർതിരിക്കുന്ന ഒരു വിഷയത്തിൽ അവർക്ക് അപജയം സംഭവിച്ചിട്ടുണ്ട് എന്ന സംശയത്തിന്റെ ഒരു കണിക പോലും അവർക്ക് നേരെ ആരോപിക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം അവർ സഹിച്ച ത്യാഗവും അവർ സഹിച്ച ഭയങ്കരമായ പരിഹാസവും അതേപോലെയുള്ള അക്രമങ്ങളും അതൊക്കെ സഹിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ അവർ കെട്ടിപ്പടുത്തത്. കാരണം ഇന്നത്തെ പോലെ സൗകര്യങ്ങളില്ല. നമ്മൾ ഇന്ന് ഇരിക്കുന്നത് AC റൂമിലാണ്. ഇതേപോലെ യാതൊരു സൗകര്യവും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ തൗഹീദിന് വേണ്ടി ശബ്ദിച്ച മഹാരഥന്മാരായ നേതാക്കന്മാർ, ശബാബ് പത്ര, നമ്മുടെ പിന്നെ KNM-ന്റെ യുവജന പ്രസ്ഥാനമായ ISM-ന്റെ മുഖപത്രത്തിലാണ് മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസമെന്ന് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിശ്വാസം വന്നത് എങ്കിൽ നമ്മുടെ പണ്ഡിതന്മാരെ നിങ്ങൾ പരിഹസിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ കേരള മുസ്ലിങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുമ്പോ ISM-ന്റെ മുഖപത്രം അന്ന് വന്ന ഫത്വ നേരത്തെ പറഞ്ഞല്ലോ സാലിംക, ഒരു ഖുത്ബയിൽ ഒരു ദഈഫായ ഹദീസ് ഉദ്ധരിച്ചാൽ പോലും അതിനെ ചോദ്യം ചെയ്യുകയും നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്യുന്ന മുജാഹിദ് പ്രവർത്തകന്മാർ, അത്രക്ക് ദീനുള്ള മുജാഹിദ് പ്രവർത്തകന്മാർ, ഒരു മനുഷ്യനെയും തക്ലീദ് ചെയ്യാത്ത മുജാഹിദ് പ്രവർത്തകന്മാർ, അവരിറങ്ങിയാൽ ചോദിക്കും, മൗലവി നിങ്ങൾ പറഞ്ഞ ഹദീസ് ദഈഫാണല്ലോ മൗലവി, എന്തുകൊണ്ടാണ് മൗലവി നിങ്ങൾ ഇത് പറഞ്ഞത് എന്ന് വളരെ കൃത്യമായി ചോദിക്കുന്ന മുജാഹിദ് പ്രവർത്തകന്മാർക്ക് ISM-ന്റെ മുഖപത്രത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി കൊടുത്ത മറുപടിയിൽ മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസം അച്ചടിച്ചു വന്നിട്ട് ആയിരക്കണക്കിന് വരുന്ന മുജാഹിദ് പ്രവർത്തകന്മാർ അതറിഞ്ഞില്ല എന്ന് പറയുന്നത് അനുസം ഒരു വിച്ചിരിക്കരുത് നിങ്ങൾ. ആയിരക്കണക്കിന് വരുന്ന മുജാഹിദ് പ്രവർത്തകന്മാർ ആ ശബാബ് വായിച്ചു, അതിനു മുമ്പ് സൽസബീൽ വായിച്ചു, 2004 മണ്ണാർക്കാട് സംവാദത്തിൽ വെച്ചുകൊണ്ട് ഇത് പറഞ്ഞു. മക്കയിലെ മുശ്രിക്കിന്റെ നിലപാടാണ് ആ സുലൈമാൻ സഖാഫി മാളിയേക്കലിനോട് സക്കരിയ സലാഹി പറഞ്ഞത് എങ്കിൽ സാത്വികരായ പണ്ഡിതന്മാർ അതിനനുകൂലമായി നിൽക്കുമോ മൗലവി? എന്നിട്ട് നിങ്ങൾ ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു ലെറ്റർ പേഡ് ഇപ്പോൾ എടുത്ത് കാണിച്ചിട്ട് പറയുന്നു ഷിർക്കാണ് എന്ന്. കെ ഉമർ മൗലവിക്ക് തിരിഞ്ഞില്ലേ ഷിർക്ക്? അബ്ദുറഹ്മാൻ മദനി പാലത്തിന് തിരിഞ്ഞില്ലേ ഷിർക്ക്?
ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിക്ക് തിരിഞ്ഞില്ല ശിർക്ക്? സാലിംക്ക് നേരത്തെ ചോദിച്ചു. ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയെ തള്ളാൻ പറ്റുകയില്ല എന്ന്. പിന്നെ നിങ്ങൾ പറയുന്നത് അദ്ദേഹം മടവൂരിയാണ് എന്നാണ്. അദ്ദേഹം അതിന് ശേഷമാണ് മടവൂരി ആയത്. ഞാൻ പറയുന്ന 1980കളിലാണ് അത് എഴുതിയതെങ്കിൽ 83-ലാണെന്ന് തോന്നുന്നു കൊട്ടപ്പുറം വാദപ്രതിവാദം നടക്കുന്നത്. ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി ആ വിഷയത്തിൽ അദ്ദേഹത്തിന് തൗഹീദിൽ അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അപജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കട്ടെ അനസ് മൗലവി, 2012 മുമ്പ് ഈ വാചകം നിങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിക്ക് മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസമാണ് ഉണ്ടായത് എന്ന് ഈ പാവപ്പെട്ട മുജാഹിദുകളോട് നിങ്ങൾ പറഞ്ഞിട്ടില്ല അനസ് മൗലവി, പറഞ്ഞിട്ടില്ല. നിങ്ങൾ വൈകാരികമായിട്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഈ പ്രസ്ഥാനത്തിൽ ഫിത്നയുണ്ടാക്കാൻ, ഈ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾ ഈ പടച്ചുണ്ടാക്കി ഈ ആരോപണം പൊറുക്കുകയില്ല പടച്ച തമ്പുരാൻ. മരണം, നേരത്തെ പറഞ്ഞല്ലോ മധ്യസ്ഥൻ, മരണം എന്നുള്ളത് ഏത് സമയവും നമ്മളെ പിടികൂടും. സുബ്ഹാനല്ലാഹ്, 6 വർഷക്കാലം മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസമാണ്, പ്രാർത്ഥന ആരാധനയാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. ശബാബിൽ വന്നത് സഹായത്തേട്ടമാണ്, ആ സഹായത്തേട്ടം പ്രാർത്ഥനയാണ്, പ്രാർത്ഥന ആരാധനയാണ്. അല്ലാഹു അല്ലാത്തവർക്കുള്ള ആരാധന മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസമാണ്. ഈ വിശ്വാസം ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി എഴുതി അല്ലേ? ഈ വിശ്വാസം അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയല്ലേ? എന്നിട്ട് നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയി ആലുവ സംവാദത്തിൽ, ശിർക്കും തൗഹീദും വേർതിരിക്കുന്ന ഒരു സംവാദത്തിൽ ശിർക്കിന് വേണ്ടി ശബ്ദിച്ച ഒരു മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയാൽ ആത്യന്തികമായി അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുമോ? സഹായം നമുക്ക് ലഭിക്കുമോ? ഉഹുദ് യുദ്ധത്തിന്റെ ചരിത്രം നിങ്ങൾക്കറിയുമോ? ഉഹുദ് യുദ്ധത്തിന്റെ ഒരു ചരിത്രത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ന സ്ഥലത്ത് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് തെറ്റിച്ചപ്പോൾ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് അവർക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തൗഹീദിനെ പച്ചയായി ദുർവ്യാഖ്യാനിച്ച് നിങ്ങളുടെ ഭാഷയിൽ മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസം ഈ സമൂഹത്തെ പഠിപ്പിച്ച അബ്ദുൽ ജബ്ബാർ മൗലവി, ആ അബ്ദുൽ ജബ്ബാർ, നിങ്ങളുടെ ഭാഷയിലാണ് ഞാൻ പറയുന്നത്, ആ അബ്ദുൽ ജബ്ബാർ മൗലവിയെ സംവാദത്തിന് കൂട്ടിക്കൊണ്ടുപോവുക. അള്ളാന്റെ സഹായം ഉണ്ടാവുക നിങ്ങൾക്ക്? മുഹമ്മദ് നബി തൗഹീദ് പറയാൻ അബൂജഹലിനെ കൂട്ടിക്കൊണ്ടുപോകുമോ? ഉത്ബയെ കൂട്ടിക്കൊണ്ടുപോകുമോ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? വ്യക്തമായ ശിർക്കാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഗതി. എന്നിട്ട് ഇവിടെ വന്നുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഈ വിഷയത്തിൽ നമുക്കിരിക്കാം. യാ ഇബാദല്ലാഹി എന്ന ഹദീസിന്റെ മത്തിനിൽ ശിർക്കുണ്ട് എന്ന് നിങ്ങൾ സ്ഥാപിച്ചാൽ, അത് നേരത്തെ പറഞ്ഞു സാലിംക, അത് ശിർക്കുണ്ട് എന്ന് നിങ്ങൾ സ്ഥാപിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ സാത്വികരായ പണ്ഡിതന്മാർ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ പണ്ഡിതന്മാരുടെ നിലപാടുകളിൽ നിന്ന് ശിർക്കുണ്ട് എന്ന് നിങ്ങൾ സ്ഥാപിച്ചാൽ പുഴക്കരയിലുള്ള ജിന്ന് പോകും, അതേപോലെ വിമാനത്തിന്റെ മേലെയുള്ള ജിന്ന് പോകും, മുഴുവൻ ജിന്നുകളും ഇറങ്ങും, ഒരു സംശയവുമില്ലാതില്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ വിഷയത്തിൽ നമുക്ക് സംവാദം നടത്താം. ഈ വിഷയത്തിൽ നമ്മുടെ മുൻ കഴിഞ്ഞു പോയ പണ്ഡിതന്മാർ ഏതൊരു നിലപാടിലാണ് സ്വീകരിച്ചത്? പിന്നെ നിങ്ങൾ പറഞ്ഞു ഞങ്ങളൊരു തത്വമായിട്ട് കൊണ്ടുവന്നു എന്ന്. തത്വമായിട്ടല്ല ഞങ്ങൾ കൊണ്ടുവന്നത്, മറിച്ച് ഖുറാഫികൾ, മറിച്ച് കുബൂരികളും സൂഫികളും ഈ ഹദീസുമായി വന്നപ്പോ ഞങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് ഇതൊരു തത്വമായി അവതരിപ്പിച്ചു. ഇതാ ഇങ്ങനെ ഒരു ദുർബലമായ ഒരു ഹദീസുണ്ട്, അതുകൊണ്ട് ദുർബലമായ ഈ ഹദീസിന്റെ മത്തിനിൽ, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളെ വിളിച്ച് സഹായം തേടൽ അല്ലെങ്കിൽ അങ്ങനെ വിളിക്കൽ ശിർക്കല്ല എന്ന ഒരു വാദം ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. മറിച്ച് കുബൂരികൾ ഇത് പറഞ്ഞപ്പോ അതിന് മറുപടി പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ CD മുഴുവൻ വാങ്ങി നിങ്ങൾ കേൾക്കണം. ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തെ അങ്ങേയറ്റം സ്നേഹിച്ച് ഈ പ്രബോധന പ്രവർത്തനത്തിന് ഈ പ്രസ്ഥാനമല്ലാതെ മറ്റൊരു സംവിധാനമില്ല എന്ന് മനസ്സിലാക്കിയ ഈ ആദർശബോധമുള്ള പ്രവർത്തകരുടെ മനസ്സിൽ നിന്ന് വന്നുന്ന അഗാധ തലത്തിൽ നിന്ന് വരുന്ന വികാരങ്ങളാണ് നമ്മൾ ഈ പങ്കുവച്ചത്. ഇങ്ങനെ വികാരം ഒതുക്കി ജീവിക്കുന്ന ആയിരങ്ങൾ ഇത്തരത്തിലുള്ള കുതന്ത്രക്കാർക്ക് വേണ്ടി, ഈ ഇത്തരത്തിലെ കുതന്ത്രക്കാരുടെ കുതന്ത്രങ്ങൾ പരാജയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന പടച്ച തമ്പുരാൻ സ്വീകരിക്കും, സംശയിക്കണ്ട. അതുകൊണ്ട് ഇവിടെ അനസ് മുസ്ലിയാർ ഒരുപാട് പ്രഹസനങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. വൈലക്സിലൂടെ സുദ്ദീഖ് എന്ന് പറയുന്ന പ്രവർത്തകൻ അനസ് മുസ്ലിയാരുമായി ബഹ്റൈനിൽ വെച്ച് പിന്നെ മുഖാമുഖത്തില് സക്കരിയ സുലാഹി ശിർക്ക് ചെയ്തിട്ടില്ല, സക്കരിയ സുലാഹിക്ക് അങ്ങനെ വാദമില്ല എന്ന് ഞാൻ തെളിയിച്ചു എന്ന് പറഞ്ഞ ക്ലിപ്പിട്ട് കേൾപ്പിച്ചതിന്റെ രോഷം തീർക്കാൻ അതേ സുദ്ദീഖ് വൈലക്സിലൂടെ നെറ്റിലൂടെ ബഹ്റൈനിൽ വെച്ച് ജിദ്ദയിലേക്കുള്ള ഒരു സംവാദം നെറ്റിലൂടെ പിന്നെ നടത്തിയപ്പോൾ ആ ഭാഗത്ത് നിന്ന് ഒരു കഷ്ണം അവൻ ഉദ്ധരിച്ചത് എടുത്തിട്ട് സക്കരിയ മൗലവിയെ മോശമായി ചിത്രീകരിക്കാനാണ് ഇവിടെ ശ്രമിച്ചത്. എങ്കിൽ ഈ നാദാപുരം സംവാദത്തിൽ പങ്കെടുത്ത അബ്ദുൽ അസീസ് അതില് ഈ വൈലക്സ് ക്ലാസ് റൂമിൽ ഉമ്മർ ഫൈസിയുമായി നടത്തിയ ഒരു സംവാദമുണ്ട്.
ആ സംവാദത്തില് ഇതേ അബ്ദുൽ അസീസ് പുഴക്കരയുമായി ബന്ധപ്പെട്ട് കുറെ നേരം തിരിഞ്ഞു. അപ്പോ ഉമർ ഫൈസി ചോദിച്ച ഒരു ചോദ്യം, എന്ത്, നമ്മുടെ TP അബ്ദുള്ള കോയ മദനി അയ്യപ്പ മഹോത്സവത്തിന് പിരിവ് കൊടുത്തിട്ടുണ്ട് 500 രൂപ വീട്ടിൽ നിന്ന്. വ്യക്തമായ റെസീറ്റ് ഉണ്ട്, മടവൂരികൾ ഒരുപാട് ഉയർത്തി കാണിച്ച ഒന്നും മിണ്ടിയിട്ടില്ല. അത് പെരക്കാരറിയാതെ കൊടുത്താണ്. ശരി, ഞങ്ങൾ പറയുന്നു അവിടെ അഖ്സാ ഖായത്തുൽ ഖുദൂഇ വ തദല്ലുൽ എന്ന് പറയുന്ന ഒരു മനസ്ഥിതി TPക്ക് ഇല്ലാത്തത് കൊണ്ട് ആ സംഭാവന ഹറാമാണ്. എന്താ എന്റെ അഭിപ്രായം എന്ന് വെച്ചു മിണ്ടിയില്ല. അതുപോലെ അബ്ദുൽ അസീസ് മങ്കട സാഹിബ് ക്ഷേത്രത്തിലേക്ക് തേങ്ങ കൊടുത്തിട്ടുണ്ട്. അതും അഖ്സാ ഖായത്തുൽ ഖുദൂഇ വ തദല്ലുൽ മനസ്സില്ലാത്തതുകൊണ്ട് ഇത് ഹറാമാണ് ഞങ്ങളുടെ നിലപാട്. എന്താ എന്റെ നിലപാടെന്ന് വെച്ചു. പുഴക്കരിയില്ല, ഒന്നുമില്ല, ഓന് മുണ്ടാൻ പറ്റിയില്ല, അത് പോയി. ഇവിടെ ഈ രൂപത്തിൽ നിറം മാറിയ ഇതൊക്കെ ഞങ്ങൾക്ക് ഇട്ട് കേൾപ്പിച്ചൂടെ? അപ്പൊ അതുകൊണ്ടൊന്നും കാര്യാവൂല. ഇനി വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതൊരു ചാലുമ്പോ നിൽക്കണില്ല. ഇൻഷാ അല്ലാഹ് ഒരു 4 കണ്ടം കൂട്ടാ നമുക്ക്. നിങ്ങളൊന്ന് കൊണ്ടുവരികയാണ് മുസ്ലിയാരെ കേട്ടോ. അതിന് സക്കരിയ സലാഹിയെ തന്നെ വേണമെന്ന വാശി കയ്യിൽ മരുന്നില്ലാത്തത് കൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ആണത്തമുണ്ടെങ്കിൽ, ആർജവമുണ്ടെങ്കിൽ, കേരളത്തില് മുജാഹിദുകൾക്ക് തൗഹീദിൽ പിഴച്ചു എന്ന വാദം പറഞ്ഞു നടക്കുന്ന അനസ് മുസ്ലിയാരോട് വീണ്ടും നിങ്ങൾ പറയുന്നു, നിങ്ങൾ ഇവിടെ വരണം. കൃത്യമായി നമുക്ക് നല്ല രൂപത്തിൽ ആശയ സംഘടന നടത്താം ഇൻഷാ അല്ലാഹ്. ഇനിയുള്ള സമയങ്ങളിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങൾക്കും ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകൾക്കുമെതിരെ നമുക്ക് കൃത്യമായി സന്ധിയില്ല സമരം നടത്തണം. നമ്മുടെ അടിസ്ഥാന പ്രവർത്തനം അതാണ്. നമ്മൾ അതിനു വേണ്ടിയാണ് ഇവിടെ രംഗത്ത് വന്നിട്ടുള്ളത്. പക്ഷേ അനവധി മുജാഹിദുകൾക്കിടയിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഈ തീർക്കൽ നമ്മുടെ ബാധ്യതയായതുകൊണ്ടാണ് ഈ സമയം ഇതിന് ഉപയോഗപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടൽ സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. അടുത്ത പ്രഭാഷണത്തിലേക്ക് വേണ്ടി ബഹുമാനനായ സഹസുഹൃത്തും മുജാഹിദ് ബാലുശ്ശേരിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാനരായ സഹോദരന്മാരെ, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള സത്യാന്വേഷികളെ, സഹോദരി സഹോദരന്മാരെ, മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സമ്മേളനത്തിൽ പങ്കുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരെ, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയത്തിലെ പല ഘട്ടങ്ങളിലായിട്ടുള്ള ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ധാരാളം ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട് എന്നതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഈ തടിച്ചുകൂടിയ ആളുകളിൽ കേരളത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും വൻ ജനാവലിയുണ്ട് എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. എന്നാൽ എല്ലാവരും
ഒരേ ലക്ഷ്യത്തോടു കൂടി വരുന്നവരാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന മറുപടിയാണ് എനിക്ക് പറയാൻ കഴിയുക, നിങ്ങൾക്ക് പറയാൻ സാധിക്കുക. പക്ഷെ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം, മുസ്ലിങ്ങൾ വളരെ പ്രധാനമായി പ്രമാണങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് വിഷയങ്ങളെ നോക്കിക്കാണുമ്പോൾ ഗൗരവമായ ചർച്ചകളാണ് നമ്മുടെ മുമ്പിൽ വരേണ്ടത്. സമസ്തക്കാരായ ആളുകൾ ഒരുപക്ഷെ മുജാഹിദുകൾക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതകൾ മുതലെടുത്ത് നിങ്ങൾ വളരെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. നിങ്ങൾ ഒരുപക്ഷെ മുജാഹിദുകളുടെ ഇരുവിഭാഗത്തിന്റെയും അല്ലെങ്കിൽ മടവൂർ വിഭാഗത്തിന്റെയും ഇപ്പോഴുണ്ടായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളും അങ്ങനെ ഉണ്ടായിട്ടുള്ള രണ്ട് വിഭാഗവും തമ്മിലുള്ള ചർച്ചകളുമൊക്കെ ക്ലിപ്പിംഗ് ഇട്ട് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ അനുയായികളെ കൂടുതൽ നിങ്ങളുടെ അന്ധവിശ്വാസത്തിൽ നിങ്ങൾക്ക് ഉറപ്പിച്ചു നിർത്താൻ സാധിക്കും. അതുപോലെ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ശിർക്കിലും അവരെ ഉറപ്പിച്ചു നിർത്താൻ സാധിക്കും. പക്ഷെ നിങ്ങൾ ഒന്ന് ഓർക്കണം, ഈ പ്രവൃത്തിയൊന്നും പരലോകത്ത് നിങ്ങൾക്ക് ഉപകാരമാകാതെ പോകും എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. ഒന്നാമതായി എനിക്ക് നിങ്ങളോട് ഇത് പറയാനുണ്ട്. കാരണം മുജാഹിദ് കേരളത്തിൽ, നമ്മുടെ മുസ്ലിം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രമാണങ്ങളിൽ നിന്ന് തെറിച്ചു പോകുന്നത് നിങ്ങളാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മൾ ഇസ്ലാമിക ലോകത്ത് അവാന്തര വിഭാഗങ്ങളായി കടന്നു വന്ന ധാരാളം ആളുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അവരിൽ ആരുടെ കൂടെയാണ് നമ്മൾ ഓരോരുത്തരും എന്നത്? ഖവാരിജുകൾ ഉണ്ടായിട്ടുണ്ട്, മുഅ്തസിലിയാക്കൾ ഉണ്ടായിട്ടുണ്ട്, പല വിഭാഗത്തിൽപ്പെട്ട ആളുകളും ലോകത്ത് പല രൂപത്തിലും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് വളരെ സ്നേഹത്തോടെയും ഗുണകാംക്ഷ നിർഭരമായും എനിക്ക് നിങ്ങളോട് പറയാനുള്ള പോയിന്റ്, ഞാൻ ദീർഘമായി സംസാരിക്കുകയില്ല. വളരെ പരിമിതമായ സമയത്ത് നിന്നുകൊണ്ട് നമ്മുടെ പരലോകത്തിന് ഉപകാരം വരുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. മരണാനന്തര ജീവിതം എന്നത് മറന്നുകൊണ്ടുള്ള ഒരു കളിയാണ് മുസ്ലിങ്ങൾക്കെല്ലാം ഇന്ന് വ്യാപക അടിസ്ഥാനത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മരണാനന്തര ജീവിതം മറന്നുപോയാൽ, ഇപ്പൊ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, അതായത് സ്വന്തത്തെ മറന്നാൽ അവർ അള്ളാനെ മറക്കും, പടച്ചോനെ മറക്കുന്നതോടുകൂടി അവരെയും മറക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകാനുണ്ട്. അള്ളാഹുവിനെ മറന്ന് മരണാനന്തര ജീവിതം മറന്ന് ഒരു യാത്ര തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് വേഗത്തിൽ തിരിച്ചറിയണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോരണം. ജീവിതത്തിൽ എന്നെയും നിങ്ങളെയും നയിക്കേണ്ട വളരെ പ്രധാനമായ ഒരു വചനം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ബനി ആദമ ഖതാഉൻ, എല്ലാ ആദം സന്തതികൾക്കും തെറ്റ് പറ്റാം. ഞാൻ നിങ്ങളും ഉൾക്കൊള്ളണം. നമ്മൾ ആരും മഅ്സൂമീങ്ങളല്ല, പാപ സുരക്ഷിതരല്ല നമ്മളാരും. വാക്കുകളിലോ പ്രസംഗങ്ങളിലോ ലേഖനങ്ങളിലോ ബോധപൂർവമല്ലാതെ വരുന്ന ഏതേത് അബദ്ധങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ സുബ്ഹാനല്ലാഹ്, ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ, തിരുത്തേണ്ടതാണല്ലോ എന്ന്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ MM അക്ബർ സാഹിബിന്റെ നിച്ച് ഓഫ് ട്രൂത്തിന്റെ കീഴിൽ ദാവാ ബുക്സ് എന്ന് പറഞ്ഞ വലിയൊരു സംരംഭമാണത്. മൻഹജു സലഫ് അനുസരിച്ച് ധാരാളം ഗ്രന്ഥങ്ങൾ ഈയിടെയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിലൊരു ബുക്കാണ് മലക്കുകൾ. അതിലൊരു ഭാഗത്ത് ഒരു അക്ഷരത്തെറ്റാണ്, പക്ഷെ ഗുരുതരമായ ആ തെറ്റ് ഒരിക്കലും വരാൻ പാടില്ല. എന്താണ്? മലക്കുകളെ നാം ആദരിക്കണം എന്നിടത്ത് കൊടുത്തിരിക്കുന്നത് മലക്കുകളെ നാം ആരാധിക്കണം എന്നാണ്. മലക്കുകളെ നാം ആരാധിക്കണമെന്നാണ് യഥാർത്ഥത്തിൽ അവിടെ കൊടുത്തിട്ടുള്ളത്. എന്റെ വായനയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ ഉടനെ അക്ബർ സാഹിബിനെ വിളിച്ചു. അങ്ങനെ ഒരു ഭാഗം ഉണ്ടായിട്ടുണ്ട്, പേജ് നമ്പറും പറഞ്ഞു, ഉടനെ അത് തിരുത്തുകയും ചെയ്യും. ഞാൻ പറയുന്നത്, തെറ്റ് ആർക്കും സംഭവിക്കാം. ഏത് വലിയ മഹാനാണെങ്കിലും തെറ്റുകൾ സംഭവിക്കുക സ്വാഭാവികമാണ്. എന്നിട്ട് റസൂല് പറഞ്ഞു, ഏറ്റവും ഉത്തമരാരാണ്? തെറ്റുപറ്റുന്നവരിൽ തിരുത്തുന്നവരാണ് തെറ്റുപറ്റുന്നവരിൽ ഏറ്റവും ഉന്നതന്മാരായിട്ടുള്ള ആളുകൾ എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയാം. അപ്പൊ തെറ്റ് സംഭവിക്കുക എന്നത് പ്രബോധനത്തിലും പ്രസംഗത്തിലുമൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ മനഃപൂർവ്വം തെറ്റുക, ബോധപൂർവമായ ആശയങ്ങളിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കുക, ഇത് ഒരിക്കലും പാടില്ലാത്തതാണ്. നമ്മളെല്ലാവരും ഓരോ ദിവസവും ഓരോ പുതിയ ആരോപണങ്ങളാണ് ഞങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു ആരോപണം കേട്ടാൽ അതിന്റെ നിജസ്ഥിതി വിശദീകരിച്ചാൽ ആ ആരോപണം പിന്നല്ല, പിന്നെ വേറൊന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആരോപണങ്ങളിൽ മാത്രം ജീവിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. പ്രമാണങ്ങൾ ഉദ്ധരിച്ചോളൂ, സമസ്തക്കാര് മരിച്ചവർ കേൾക്കും. ന്യായമായ അവരുടെ ഒരു വാദമാണ്, അവരുടെ വാദമാണത്. നമ്മളെ സംബന്ധിച്ചിടത്തോളമോ മരിച്ചവർ കേൾക്കുമോ ഇല്ലേ എന്ന ചർച്ച അഖീദയുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയാണ്. സ്വാഭാവികമായി പ്രമാണങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് നമ്മൾ ആ വിഷയത്തെ നോക്കിക്കാണുക. നമ്മൾ ഏതൊരു വിഷയത്തെ നോക്കിക്കാണുന്നതും ഇപ്പൊ ജിന്നെന്നത് ചർച്ചയായത് എന്തുകൊണ്ടാണ്? ജിന്നെന്ന ഒരധ്യായം ഖുർആനിലുണ്ട്. ജിന്നിനെ കുറിച്ച് ഏറെ പരാമർശങ്ങളുണ്ട്. സൂറത്തുർ റഹ്മാനിൽ
ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്നത് 31 തവണ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അവിടെ നിങ്ങൾ ഇരുവിഭാഗവും അള്ളാഹുവിന്റെ ഏതേത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ നിഷേധിക്കുക? ആ ചോദ്യത്തിൽ ആരാ ഇരുവിഭാഗം? ഒന്ന് ജിന്നാണ്. 31 ആയത്തിൽ ഒരു അധ്യായത്തിൽ ജിന്നിനെയും മനുഷ്യനെയും അള്ളാഹു ഒരേപോലെ ഒരു വചനത്ത് പരാമർശിച്ചു. മനുഷ്യനെയും ജിന്നിനെയും കൊണ്ട് നരകത്തെ നിറയ്ക്കും എന്നല്ലാഹു പറഞ്ഞു 7-ാം അധ്യായത്തിൽ 179-ാമത്തെ വചനത്തിൽ. ധാരാളം വചനങ്ങൾ ജിന്നുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിലുണ്ട്. സ്വാഭാവികമായും ആ ജിന്നും മലക്കും മനുഷ്യ ജീവിതത്തിൽ ഇടപെടുന്നതായത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ച മനുഷ്യർ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചർച്ചകളിൽ തെറ്റായ ഇൻഫർമേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ജിന്ന് ബാധ ഉണ്ടായി ഉസ്താദെ എന്ന് ഒരു തങ്ങളോട് ചെന്ന് പറഞ്ഞാൽ തങ്ങളുടെ ചികിത്സ ഖുർആനും സുന്നത്തും അനുസരിച്ച് ആയിക്കൊള്ളണമെന്നില്ല. ഒരു പക്ഷേ ഒരായത്തുൽ കുർസി ഉണ്ടാവും, അതിന്റെ തൊട്ടതായ ഒരു ശിർക്കിന്റെ വാചകമായിരിക്കും ഉണ്ടാവുക. ഒരു പക്ഷേ ഹദീസിലില്ലാത്തൊരു ദിക്റായിരിക്കും, ഒരർത്ഥവും അയാൾക്ക് തന്നെ അറിയാത്തതായിരിക്കും. അപ്പോ ഒരു സമസ്തക്കാരനെ ജിന്ന് ബാധ ഉണ്ടായ ഒരാൾ സമീപിക്കുന്നത് പോലെയല്ല ഒരു മുവഹിദിനെ ജിന്ന് ബാധ ഉണ്ടായി എന്ന് പറഞ്ഞ് സമീപിക്കുമുണ്ടാവുക. അത് പിന്നെ എന്താ ഉണ്ടാവുക? അവിടെ തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു ചികിത്സ. നമുക്കറിയാം ഹറാമായ ചികിത്സകളുണ്ട്, ഷിർക്കിന്റെ ചികിത്സകളുണ്ട്, റസൂലുള്ളാഹിന്റെ ചര്യയിൽ ഇല്ലാത്തതുണ്ട്. ഓരോ സന്ദർഭവും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ വിലയിരുത്താൻ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, നബിയെ എനിക്കൊരു മന്ത്രം അറിയാം. അപ്പൊ റസൂലുള്ളാഹി അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് കൈ ഇങ്ങനെ വെച്ചപ്പോ നബീനെ ആ തേളിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്നല്ല, ആ തേളിന്റെ ഉപദ്രവത്തെ പറ്റി പരാമർശിച്ചുകൊണ്ട് റസൂൽ സംസാരിച്ചു. ഒരു പാത്രത്തിൽ ഉപ്പുവെള്ളം കൊണ്ടുവന്നു റസൂലുള്ളാഹിന്റെ കൈക്ക് തടവിക്കൊണ്ട് മുഅവ്വിദത്താനി ഓതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളിലൊക്കെ കാണാം, ഒരാൾ വന്നിട്ട് നബീനോട് പറഞ്ഞു എനിക്ക് മന്ത്രം അറിയാം, പക്ഷെ മന്ത്രം ഹറാമാക്കിയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് ഉപേക്ഷിച്ചു. അവിടെയാണ് മുജാഹിദുകൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. അതെന്താണ്? മന്ത്രം എന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ ഹറാം, പാടില്ലാത്തത്, അന്ധവിശ്വാസം എന്നൊരു ധ്വനി ഈ സ്വഹാബിക്ക് പോലും ഉണ്ടായി. അവിടെയാണ് ഇത് ശരിക്കും മനസ്സിലാക്കിയ നമുക്കിടയിലുള്ള വിഷയങ്ങൾ തീർന്നു. വസ്തുത മനസ്സിലാക്കി സ്വർഗപ്രവേശനം സാധ്യമാക്കാനാണോ? എമ്പാടും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അല്ലേ തർക്കിച്ച് എനർജി വെറുതെ പോകും. പടച്ചോൻ തന്ന ഈ എനർജി ഉണ്ടല്ലോ, അത് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അതാണ് നിങ്ങൾക്കറിയാം, തബാറക്കല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറാ വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ. വിശുദ്ധ ഖുർആൻ പറയാണ് ആ സമയത്തിന്റെ മൂല്യം, രാപ്പകലുകളുടെ വ്യതിയാനം, അത് മനുഷ്യനെ മരണത്തിലേക്ക് എത്തിക്കുന്നത്. ഇതെല്ലാം ചർച്ച ചെയ്യണം. ഈ ചർച്ചയിൽ നമ്മുടെ സമയം, വിലപ്പെട്ട സമയത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം? അപ്പൊ റസൂലുള്ളാഹി അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, മന്ത്രം നിരോധിച്ചത് ഏതാണ്? അത് ശിർക്കിന്റെ മന്ത്രമാണ്. നിന്റെ കയ്യിലുള്ള മന്ത്രം ഏതാന്ന് ചോദിച്ചു. ശരിക്കും ശ്രദ്ധിച്ചോളൂ, എല്ലാവരും സമസ്തക്കാര് ശ്രദ്ധിക്കണം. എന്താണ് കാരണം? നിങ്ങൾ ശിർക്കിന്റെ ചികിത്സയാണ് പലപ്പോഴും ചെയ്യുന്നത്, ഹറാമിന്റെ ചികിത്സയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉപജീവനം ധന്യമായി തീരാനുള്ള ചികിത്സയാണ് നിങ്ങൾ ചെയ്യുന്നത്. പിശാചിനെ കൊണ്ട് തന്നെയാണ് നിങ്ങൾ ആ ചികിത്സയിൽ സഹായം തേടുന്നത്. അഥവാ അല്ലാഹ് ഹറാമാക്കിയ പൈശാചിക ചികിത്സ, ജിന്ന് ബാധക്ക് നിങ്ങൾ ചെയ്യുന്ന എന്താണ്? ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാചുകളെ കൊണ്ടുള്ള ചികിത്സയാണ്. ഞങ്ങളും നിങ്ങളും വേർതിരിയുന്ന എവിടെയാണ്? ജിന്ന് ബാധയേറ്റാൽ റസൂൽ ജിന്നിനെ ഇറക്കാൻ അനിവാര്യമായ വിശുദ്ധ ഖുർആൻ, പ്രവാചകൻ പഠിപ്പിച്ച ദിക്റുകൾ. അതുകൊണ്ട് റസൂൽ അയാളോട് പറഞ്ഞു, ആരെ എല്ലാ മന്ത്രവും ഹറാമാക്കിയൊന്നും സലാത്ത് എന്നല്ല മുജാഹിദുകൾക്ക്. സാധാരണ പറയില്ല, അങ്ങനെയാണ് മുജാഹിദുകൾക്ക് സലാത്ത് തന്നെ ഇല്ല. അപ്പൊ നമ്മൾ പറയുന്നത് സലാത്ത് ഇല്ല. നിങ്ങൾ ഉണ്ടാക്കിയ നാരിയാത്തു സലാത്തില്ല, നിങ്ങൾ ഉണ്ടാക്കിയ കമാലിയ സ്വലാത്തില്ല, ഇബ്രാഹിമിയ സ്വലാത്ത് ഞങ്ങൾക്കുണ്ട്. മരിച്ചെടുത്ത് യാസീൻ ഓതരുത്. ഇവര് ഖുർആൻ ഓതണ്ടാന്നാ പറയണേ. ഖുർആൻ ഓതണ്ടാന്നല്ല പറഞ്ഞത്, മരിച്ചെടുത്ത് യാസീൻ ഓതണ്ടാന്നാ. അപ്പൊ അത് വേർതിരിച്ചു മനസ്സിലാക്കിയത്. ഹറാമായ ചികിത്സയുണ്ട്, ശിർക്കിൽ അധിഷ്ഠിതമായ മന്ത്രമുണ്ട്, തൗഹീദ് അധിഷ്ഠിതമായ മന്ത്രമുണ്ട്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ ചൊല്ലിക്കൊടുത്തു. അപ്പൊ റസൂലുള്ളാഹി പറയാണ്, ഇതിലൊരു തകരാറുമുള്ളതായി ഞാൻ കാണുന്നില്ല. കണ്ടോ? റസൂലുള്ള പറയുന്നത് ആ മന്ത്രം കേട്ടാൽ തന്നെ അറിയാം ഇതിൽ എന്തില്ല, ഇതിൽ ശിർക്കില്ല, ഇത് അനുവദിക്കപ്പെട്ടതാണ്, ഇത് ഇസ്ലാമിക ലോകത്ത് അനുവദിക്കപ്പെട്ടതാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇസ്ലാമിക ജീവിതത്തിൽ അമാനുമലൈ പറയാം, അതിന് അവസാന ഭാഗം 445 മുതലുള്ള പേജ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ വായിക്കണം, നിങ്ങൾ എല്ലാവരും വായിക്കണം. അതായത് അവിടെ അമാനുമലൈ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅവ്വിദാത്തുകളെ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ജിന്ന് ബാധക്കും പിശാച് ബാധക്കും, പിശാചിൽ നിന്നും മനുഷ്യരിൽ നിന്നും ഉള്ള കണ്ണേറിനും അമാനുമലൈ ഉപയോഗിച്ച വാക്ക് അത്ര ഫിറ്റാണ്.
മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഉണ്ടാകുന്ന കണ്ണേറിൽ നിന്ന് പടച്ചവനോട് രക്ഷ തേടി പ്രാർത്ഥിച്ചിരുന്ന ചില പ്രാർത്ഥനകൾ അത് റസൂലുള്ള ഫുൾ സ്റ്റോപ്പ് ഇട്ടു. എപ്പോ ഖുൽ ഔദു റബ്ബിൽ ഫലക്കും ഖുൽ ഔദു റബ്ബിൻ നാസ് അവതരിച്ചപ്പോ. അപ്പൊ എന്ത് മനസ്സിലായി? ഈ 2 അധ്യായങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ജിന്ന് ബാധ ഉണ്ടാവുന്ന പഠിപ്പിച്ച ആളാ റസൂല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ച ആളാണ്. അത് അമാന മൗലവി എഴുതിയാണ്. അമാന മൗലവിനെ അംഗീകരിക്കാത്ത മടവൂർ വിഭാഗം ഉണ്ടാവോ? നമ്മളൊക്കെ ഒന്നിച്ചിരുന്ന കാലത്ത് ആ പുസ്തകം നമ്മൾ എല്ലാവരോടും വായിച്ചേ. മടവൂരികളായ ആളുകൾ ഇപ്പോഴും ഖുതുബ പറയുന്ന അതിനെ ബേസ് ചെയ്തിട്ടാണ്. മനസ്സിലായോ? മനേജു സലഫൊന്നും വേണ്ടാറുന്നവരങ്ങളെ നിങ്ങൾ ഇപ്പോഴും അതൊക്കെ തന്നെ അവലംബിച്ചിട്ടാ ഖുതുബ പറയുന്നത്. അതിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാനിത് പറയുന്നത് വൈകാരികതകൾക്കപ്പുറത്ത് പഠിക്കാൻ ഒരു സന്നദ്ധത ഉണ്ടാവുക. ഒരു കാര്യം നമ്മൾ ആലോചിക്കുക, നമ്മൾ ഫസാദ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തിൽക ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഖുർആനിലെ സൂറത്ത് ഖസസ് 28-ാം അധ്യായം 83-ാമത്തെ വചനമാണ്. ആർക്കുള്ളതാ സ്വർഗം? ജമാഅത്തെ ഇസ്ലാമി, മടവൂരി, സുന്നി എല്ലാരും സ്വർഗം ആഗ്രഹിക്കുന്നവരാണ്. ആരും നരകത്ത് പോകണമെന്ന് കുതിക്കുന്നവരല്ല. അല്ലല്ലോ? ആണോ? അങ്ങനെയാണോ? അങ്ങനെ വിചാരിച്ചിട്ടാണോ നമ്മൾ ഓരോ അമലി ചെയ്യുന്നത്? നബിദിനത്തിന്റെ വലിയ പബ്ലിസിറ്റിയോട് കൂടി വരാൻ പോവുകയാണ്. പ്രത്യേകിച്ച് നബിദിനം അവർക്ക് കൂടുതൽ ആഘോഷം പകരാൻ ഈ ചേൻസ് ഒരു ഉപകാരം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇതിലെല്ലാം ഇറങ്ങിച്ചിരിക്കുമ്പോ അടിസ്ഥാനപരമായി ഒരു പോസ്റ്ററിൽ കയറി ഒട്ടിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്ത് പോയി കൊച്ചിയിൽ പോയി പ്രസംഗിച്ചു വരുമ്പോ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ടീം കോഴിക്കോട് നാളെ നടക്കാനിരിക്കുന്ന സമ്മേളനത്തിന്റെ ബാനർ ഞാൻ വിളിച്ചു കെട്ടുകയാണ്. അപ്പൊ എനിക്ക് പരിചയമുള്ളവരാണ്, ഞങ്ങൾ ഒന്നിച്ച് പ്രബോധന പ്രവർത്തനം വ്യാപൃതരായവരാണ്. ഞാൻ അതിലെങ്ങനെ വരുമ്പോ ഞാൻ അവരെ കണ്ടപ്പോ കൈ ഇങ്ങനെ ആക്കി സലാം പറഞ്ഞു. ആ ജിന്നേ പോകുകയല്ലേ എന്ന്. എന്നെ വളരെ സ്നേഹിച്ച ഒരു ചെറുപ്പക്കാരനാണ്. നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഓന്റെ തൊള്ളേന്ന് ജിന്നേ പോകുകയല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ ഇൻസാ മോനെ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഓൻ വിശ്വസിക്കണില്ല. ഞാൻ ഇൻസാറിനോട് ഓൻ വിശ്വസിച്ചിട്ടില്ല. ഇപ്പൊ ഓനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഓന്റെ അടുത്ത് തെളിയിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഇങ്ങനെയുള്ള ചില ശാഠ്യങ്ങൾ ആളുകൾക്കുണ്ട്. അങ്ങനെ വിളിച്ചാലേ റാഹത്താവൂ എന്നുണ്ടോ? അങ്ങനെ വിളിച്ചാലേ അള്ളാഹ് പ്രതിഫലം തരൂന്ന് ഹദീസിലോ ആയത്തിലോ പഠിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടോ? ബാക്ടീരിയയില് വിശ്വസിക്കുന്ന ആരെങ്കിലും ആ ബാക്ടീരിയയെ എന്ന് വിളിക്കാറുണ്ടോ? ഇല്ലല്ലോ. ലോകത്ത് എന്തെല്ലാം വസ്തുക്കളുണ്ട്, എന്തെല്ലാം ജീവജാലങ്ങളുണ്ട്, അതിന്റെ പേരിലുണ്ടോ ആരെങ്കിലും പണ്ട് ഒരു എയർപോർട്ടിൽ വെച്ചിട്ട് ഒരുത്തം പൂരത്തെറി ഖത്തറിന്ന് വന്നൊരു പ്രവർത്തകനെ എന്റെ ഒരു കുടുംബക്കാരനാണ്. അപ്പൊ അങ്ങനെ സംസാരിച്ചപ്പോ കണ്ടെന്ന് ചോദിച്ചു, നിങ്ങളെന്തോ ഒന്നും പറയാത്തത്. അപ്പൊ അയാൾ പറഞ്ഞൊരു വിറ്റുണ്ട്. എന്താണെന്നറിയോ? എനിക്ക് സ്ട്രൈക്കായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. നായി മനുഷ്യനെ കടിക്കാറുണ്ട് എന്നല്ലാണ്ട് മനുഷ്യനുണ്ടോ നായിനെ കടിക്കല്? ചെങ്ങൈമാരെ, നായി മനുഷ്യനെ കടിക്കാന്നല്ലാണ്ടുണ്ടോ ആരെങ്കിലും മനുഷ്യൻ പിടിച്ച് നായിനെ കടിക്കല്? അതുകൊണ്ട് അത് വല്ലാത്തൊരു പോയിന്റ്. ഒരു സാധാരണക്കാരെ, പണ്ഡിതനോ മന്തിക്കറിയുന്ന ആളൊന്നുമല്ല അയാള്. പക്ഷെ വളരെ ആള് ഇപ്പം പണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ സംസ്കാരം എന്താണോ അതാ പറയാം. ഇപ്പൊ എന്റെ പേരിലൊക്കെ എന്തെല്ലാം വിമർശനങ്ങളാണ്. ഓരോ ദിവസവും ഓരോന്നാണ്. ഓരോ ദിവസവും ഓരോന്ന് ക്രിയേറ്റ് ചെയ്യണം. മാത്രമല്ല സുബൈ കഴിഞ്ഞിട്ട് സലാം വീട്ടിയിട്ട് വസ്തോഫിറിൽ നിന്നല്ല ആളുകൾ പറയും. ഇന്നലെ നമ്മൾ ബാലുശ്ശേരിന്റെ പേരിൽ പൊട്ടിച്ച് മൂപ്പര് പൊട്ടിച്ച്. ഇനി അത് പറഞ്ഞാൽ ജനങ്ങളുടെ ക്ലിക്ക് ചെയ്യില്ല. കാരണം ലോകം മുഴുവൻ അത് കേട്ട് കഴിഞ്ഞ് എല്ലാവരും അറിഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ ദിക്റൊക്കെ ഒഴിവാക്കിയിട്ട് അടുത്തത് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഇന്ന് ക്രിയേറ്റ് ചെയ്താൽ എന്താണെന്നറിയ? നിങ്ങൾ കാഞ്ഞങ്ങാടുന്ന് പ്രസംഗിച്ച്, അത് ഗൾഫ് മൾട്ടിമീഡിയക്കാർ നല്ലോണം കേട്ടോളി. കാഞ്ഞങ്ങാടുന്ന് പ്രസംഗിച്ച് ഞാൻ ഇറങ്ങിയിട്ട് അവിടുത്തെ സംഘാടകർ പറഞ്ഞത്രേ, നിങ്ങൾക്ക് നമ്മളെ കാറിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ഒരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല ഒന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ സ്പെഷ്യലായിട്ട് ഒരു കാർ കൊണ്ടുവന്നിട്ടുണ്ട്, അതില്ല എനിക്ക് പോണ്ടെന്ന് പറഞ്ഞത്ര. അങ്ങനെ പ്രവർത്തകര് നോക്കുമ്പോണ്ടത്തൊരു തൊട്ടപ്പുറത്തൊരു പെണ്ണ് കുത്തിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കുക, ഈ കുട്ടികളായിരുന്നു ഞങ്ങൾ ഒന്നിച്ചാ പോകുന്നത്. ഞങ്ങൾ 5-6 ആൾ ഒന്നിച്ചാ പോകുന്നത്. ഒരു പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു അവന്റെ മുറ്റത്ത് നിന്ന് കയറി പോരേ ഞങ്ങള്. എന്നിട്ടിപ്പോ പറയുന്നത് എന്താണ്? ഒരു പെണ്ണായിട്ട് 2 ആരോപണം ലോകത്ത്. എല്ലാ പേക്ഷകക്ഷികളും മൂസാ നബീന്റെ പേരിൽ പെണ്ണാരോപണം. ഒരു പെണ്ണ് എന്നെ പറഞ്ഞു കളഞ്ഞു, മൂസാ നബി സംഗതി പേച്ചിട്ടുണ്ട്, ഞാനായിട്ടാണ്. ചരിത്രം വായിച്ചോളൂ നിങ്ങള്. ഏത് കാലഘട്ടത്തിലോ പെണ്ണും സമ്പത്തും ഇത് രണ്ട് എവിടെയാ പറയലെന്നറിയോ? ആദർശപരമായി തോറ്റാൽ ഈ 2 ആരോപണം ലോകത്തെല്ലാരും പറയും. എല്ലാ ലോകത്തും ഓരോ ദിവസവും ഓരോ ആരോപണം. കൊച്ചി ചെന്നപ്പോ ഉമ്മാനെ തീരെ നോക്കാത്ത മനുഷ്യനാണ് ഇയാള്. എന്നിട്ട് മാതാപിതാക്കളുടെ ബന്ധം പറഞ്ഞ് നിലളി. എന്താ പയ്യന് പറയാ? എന്താ ആളുകൾ ഓരോ ദിവസവും ഓരോന്ന് ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരൊറ്റ കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുള്ളൂ. യാ യുവല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബൈൻ. ഞാൻ പടച്ചോനെ അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ഞാനാണല്ലോ. ഞാൻ മണ്ഡലം പ്രസിഡന്റാണ്. പള്ളി നിസ്കരിച്ച് ഇങ്ങോട്ട് ഇറങ്ങി എന്നിട്ട് ഒരു ആചാര്യാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. കാഞ്ഞങ്ങാട്
മുതിർന്നൊരു മനുഷ്യൻ. അയാൾ നമ്മളൊരു സുഹൃത്ത് വിളിച്ച് ചോദിച്ച പറയാണ്, ആ ഒക്കെ സമ്മേളനം കഴിഞ്ഞിട്ട് പൊട്ടിക്കും, ഇപ്പൊ ഞാൻ ഒന്നും പറയില്ല. അപ്പോ സമ്മേളനം കഴിയണവരെ ഇയാൾ ഉണ്ടാവോ? ആരാപ്പതൊക്കെ കണ്ടത്? ആരാതൊക്കെ പറഞ്ഞത്? നമുക്കറിയോ ആരൊക്കെ ആ സമ്മേളന രൂപം കെടു? നുണ പറയുമ്പോ എന്താ ഉണ്ടാവും അറിയോ? അത് മലക്കുകൾ രേഖപ്പെടുത്തും. ഒരു കിതാബിൽ രേഖപ്പെടുത്തി തരൂ. എന്നിട്ട് പറയൂ, അനസേ, ഹനീഫ, അബ്ദുറഹ്മാനെ, അബ്ദുൽ ഖാദറെ, അബ്ദുൽ ജബ്ബാറെ, മുജാഹിദെ, അബ്ദുൽ അസീസെ, സക്കരിയ, വായിച്ചോ.